ഷിബു ഇവിടെ മിടുക്കനാണ്, സിദ്ധാർത്ഥ ഒരു മിടുക്കനാണ്, കാണാൻ സുന്ദരനാണ്, അവൻ ക്യാമറയാണ് അവൻ്റെ ലോകം, അവൻ വളരെ ഭംഗിയെ നന്നായി ചിത്രങ്ങൾ എടുക്കും, ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആക്കാനുള്ള കരിസ്മ നാട്ടിലുമുണ്ട്, പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, കോളേജിലൊക്കെ ഉണ്ട്. ശരി, അസൂയ എന്നുള്ളൊരു ഘടകം അവിടെ ഉണ്ട്, അതിരിക്കട്ടെ. പക്ഷേ ഇവിടെ 4ാം വർഷ വിദ്യാർത്ഥി സിൻജോ ജോൺസൺ നേതൃത്വത്തിൽ ക്രൂരമായ മർദ്ദനം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് കേട്ടത് ഒരു കുറ്റപത്ര വായന പോലും ഉണ്ട് എന്നാണ് ഷിബു. എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ, എന്താണ് നോക്കി കണ്ടു നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പുറത്തു പോയി പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാവുമെന്ന ആക്രോശത്തോടെയാണ് മർദ്ദനം. ഇതെന്താണ് ഇത്? അത് ക്യാമ്പസ് ആണോ, കലാലയമാണോ, അതോ വല്ല ഗുണ്ടാ താവളമാണോ ശ്രീ ഷിബു? തീർച്ചയായും സാർ, ആദ്യമായിട്ട് 24-ന് ഒരു നന്ദി പറയുകയാണ്. നമ്മൾ വഴിമുട്ടി നിന്ന സമയത്ത് ആദ്യമായി ഒരു കോണ്ടാക്റ്റിൽ നമ്മുടെ റിപ്പോർട്ടർ എന്നെ വന്ന് കാണുകയും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങളുടെ ദൗത്യമാണ്. അതെ, അപ്പൊ ഞാൻ ആദ്യം ഓക്കെ സാർ, അത് ആക്കുകയായിരുന്നു, എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടുത്തെ കാര്യം, സിദ്ധാർത്ഥന്റെ കാര്യം പറഞ്ഞു. സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് എനിക്കുള്ള കോണ്ടാക്ട്സ് എൻ്റെ നാട്ടിൽ, അവൻ്റെ അമ്മ വീട് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിൽ വന്ന് എനിക്കുള്ള പരിചയത്തിനേക്കാളും അപ്പുറം അവന് പരിചയം ഉണ്ടാവും പെട്ടെന്ന് തന്നെ. കാരണം അവ ഒരാളിനെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ അവരുമായിട്ട് നല്ല ബന്ധമായിരിക്കും. ആ ഒരു അട്രാക്ഷൻ, എങ്ങനെയാണ് അവൻ ആ അട്രാക്ഷൻ ഉണ്ടാവുന്നതെന്ന് എനിക്ക് അറിയില്ല. ആരോടായാലും അവൻ ആ ഷോൾഡറിൽ പിടിച്ച്, ആരായാലും ഒരു അമ്മൂമ്മയായാലും ഒരു വലിയമ്മയായാലും ആരായാലും ചെന്ന് ഷോൾഡറിൽ പിടിക്കുന്നു, ഒരു ചേർത്തൊരു സംസാരമുണ്ട്. അതോടെ അവൻ്റെ ഇഷ്ടപാത്രമായിട്ട് മാറുകയാണ്. അതാണ് അവൻ്റെ നാച്ചർ എന്ന് പറയുന്നത്. അതാണ് അവൻ എല്ലാവരിടത്തും പ്രവർത്തിക്കുന്നത്. അതായിരിക്കും ചിലപ്പോൾ കോളേജിലും മറ്റുള്ള ചേച്ചിമാരോടും ചേട്ടന്മാരോടും എല്ലാം അവൻ കാണിക്കുന്നത്. അതിന് ചിലപ്പം ചിലർക്ക് കാണുമ്പോൾ അത് അസൂയ തോന്നും, ചിലർക്കത് ഇഷ്ടപ്പെടില്ല, കല്ലുകടിയായിട്ട് തോന്നും. പല തോന്നലുകളും അവരുടേതായ സംസ്കാരമായിരിക്കും അവർക്ക് ആ തോന്നലുകൾ ഉണ്ടാക്കുന്നത്. സിദ്ധാർത്ഥനെ സംബന്ധിച്ച് ആർക്കും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്, ഒരു പ്ലീസിങ് മൈൻഡാണ്. അവൻ ചിരിച്ചുകൊണ്ടേ സംസാരിക്കുകയുള്ളൂ, ദേഷ്യപ്പെടാറില്ല. അങ്ങനെ ഞങ്ങൾക്ക് പോലും ഇല്ലാത്തൊരു ബന്ധം അവനുണ്ട്. ഈ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടി വരും, ജസ്റ്റ് ഒരു കാര്യം. ഈ മരണം അന്വേഷിച്ച് 2 കുട്ടികൾ വരുന്നു. എവിടെയോ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഒരു ദിവസം ട്രിവാൻഡ്രത്ത് വെച്ച് പരിചയപ്പെട്ട PG വിദ്യാർത്ഥികളാണ് കാര്യവട്ടം ക്യാമ്പസിൽ. ആ കുട്ടികൾ വന്ന് പറയുന്നു ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ചോദിച്ചു എങ്ങനെ അറിയാം? അവൻ പഠിച്ചിട്ടില്ല, അതും PG ആണ്, ഒരിടത്തും ഇവർ തമ്മിൽ പഠിക്കാൻ സാധ്യതയില്ല. അപ്പോൾ പറയുന്നു ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ട് ഞങ്ങൾക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടു പോയി അവൻ്റെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ വീട്ടിൽ വരണമെന്ന് തോന്നി. അതാണ് ഞാൻ പറയുന്ന സിദ്ധാർത്ഥൻ. ആ ഒരു കരവരുത്. അത് കോളേജിലെ പെൺകുട്ടികൾ ചിലപ്പോൾ അവനിലേക്ക് ആകർഷിച്ചുണ്ടാവും, ചേച്ചിമാരോ എന്തോ. അവന് കൂടുതൽ സപ്പോർട്ട് നമുക്ക് ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ അടുക്കില്ലേ? അത്രേ ഉള്ളൂ. അതിൽ ആൺ പെണ്ണൊന്നും ഞാൻ അങ്ങനെയൊക്കെ എത്താം ഷിബു. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. സിദ്ധാർത്ഥിന് അമ്മ കൂടി ഒറ്റ ഇപ്പൊ എത്താം.